ഏത് ഹോസ്പിറ്റലിലാണ് അവളുള്ളത്? കരുണ ഹോസ്പിറ്റലില്ല. പക്ഷെ അവൾക്ക് ബോധം വീണിട്ടില്ല ഭരത. മുതലാളി പറയുന്നത് നിലവിളിക്കാൻ കഴിയുമ്പോഴേ കൊല്ലാവൂന്ന്. ഇപ്പോഴങ്ങോട്ട് പോയാൽ പോണം. ഇനി നമ്മുടെ നാട്ടിലാരും മനസമാധാനത്തോടെ ഉറങ്ങരുത് ഭരത. ഉറങ്ങിക്കോളും മോളെ. ഇനി നിന്നെ ആരും ശല്യപ്പെടുത്താൻ വരില്ല. വണ്ടി എടുത്ത്. ഹോസ്പിറ്റലിൽ നന്ദിനിയുടെ കൂടെ ആരാ ഉള്ളത്? അത് പിന്നെ ചന്ദ്രശേഖരനും ഭാരതി. ആരാ ചന്ദ്രശേഖരൻ? നന്ദിനിയെ കെട്ടാമെന്ന ചെറുക്കൻ. എന്നിട്ട് കെട്ടിയോ അവനവളെ? ഇല്ല. അതെന്താ? അതൊരു കാർ അപകടത്തിൽ അവന്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ മരിച്ചു. ആരാ ഭാരതി? ചന്ദ്രശേഖരന്റെ അമ്മ. കരുണ ഹോസ്പിറ്റലിലേക്ക് വിട്. എന്താ നായരെ? ഭരതം വന്നു. ഈശ്വര, എന്താ നായരെ? ഭരതം വന്നു. ഈശ്വര, ആശുപത്രിയിൽ നന്ദിനിയുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു. അറിയാതെ ഞാൻ പറഞ്ഞുപോയി അവിടെ ചന്ദ്രശേഖരനും ഭാരതിയും ഉണ്ടെന്ന്. എന്തിനാണോ അങ്ങനെ പറഞ്ഞത്? അവരെയും കണ്ടുപിടിച്ച് കൊല്ലില്ലേ ഭരതൻ? പറയണമെന്ന് വിചാരിച്ചതല്ല. അവനെ കണ്ടപ്പോ തന്നെ ഞാൻ പേടിച്ചുപോയി. ഓരോന്ന് ചോദിച്ചപ്പോ എന്തൊക്കെയോ ഞാനങ്ങ് പറഞ്ഞുപോയി. ഇപ്പൊ തോന്നുന്നുണ്ട് പറയരുതായിരുന്നു എന്ന്. നാവ് പിഴച്ചു. അതെ, താൻ ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട. ഞാനും വീട്ടിലേക്ക് പോവാ. അവന്റെ വരവ് വിശ്വംഭരൻ വലിയൊരു ആഘോഷമാക്കും. ഇപ്പൊ കേൾക്കാം രണ്ടിന്റെയും കൊലവിളി. 8 വർഷം എത്ര സമാധാനത്തോടെ കഴിഞ്ഞതാ നമ്മൾ. ചോരയുടെ മണം മുഴുവൻ മാഞ്ഞു പോയതാ. ഒരു നിലവിളി പോലും കേട്ടിട്ടില്ല ഇത്രയും കാലം. ഇതെല്ലാം തിരിച്ചു വരുമല്ലോ ഭഗവാനെ. ഇനി ആർക്കും മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല. രക്ഷപ്പെട്ടാൽ ഇനി ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. ആ കുടുംബം ഇങ്ങനെ ഒരു അവിവേകം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഡോക്ടർ. ചെറിയൊരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സമാധാനിപ്പിക്കാൻ ഞാനും എൻ്റെ മോനും ഉണ്ടായേനെ. ഞാൻ അവളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞതാ ഡോക്ടർ. പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ ഗുരുതരമാണ്. നന്ദിനിയെ രക്ഷിച്ച് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് വിശ്വംഭരനാണ്. അതാ കുട്ടിയോട് സഹതാപം തോന്നിയിട്ടൊന്നുമല്ല. രക്ഷപ്പെടുത്തിയിട്ട് ഭരതന് കൊടുക്കാനാ. ഇയാൾ മനുഷ്യനോ പിശാചോ? അച്ഛനെ അമ്മാവനെയും വല്യച്ഛനെയും ഒക്കെ കാറപകടം ഉണ്ടാക്കി അവസാനിപ്പിച്ചപ്പോ മനസ്സിലായില്ലേ അയാള് മനുഷ്യനല്ല പിശാചാണെന്ന്. അവളെ രക്ഷിക്കാൻ ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം ഞങ്ങളും പ്രാർത്ഥിക്കും. എപ്പോഴും ഭരതനെ പ്രതീക്ഷിക്കാം. പോലീസിന്റെ സഹായമുണ്ട്. എന്നാലും പേടിക്കണം ചന്ദ്ര. പറഞ്ഞു കേട്ട കഥകളിൽ ഭരതൻ മനുഷ്യനല്ല, ചോര കണ്ട് അറപ്പ് മാറിയ ചെന്നായാണ്. അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? കേട്ടാൽ ദേഷ്യപ്പെടില്ല എന്നൊരു വാക്ക് തരണോ എനിക്ക്? ഞാൻ അമ്മയോട് ഇന്നോളം ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെന്താ പതിവില്ലാതെ ഇങ്ങനൊരു തുടക്കം? ഈ അമ്മ മോനോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് അതെനിക്ക് വലിയൊരു ശരിയായിരുന്നു. ഇപ്പോഴാ തെറ്റായിരുന്നു എന്ന് ബോധ്യമായത്. ആ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിന് ഒരർത്ഥത്തിൽ ഞാനും കാരണക്കാരിയാ. നീ അറിയാതെ ഞാൻ അവളെ കണ്ടിരുന്നു. നിന്നെ മറക്കണമെന്ന് പറഞ്ഞു. മറക്കാൻ പറ്റില്ല. നിനക്ക് വേണ്ടി വേണമെങ്കിൽ മരിക്കാമെന്ന് അവൾ പറഞ്ഞു. ഞാനപ്പോൾ
നിന്നെ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് നിന്നെ വേണമെന്നും കൊണ്ടുപോകാൻ സമ്മതിക്കണമെന്നും നെഞ്ചുരുക്കി ഞാൻ പറഞ്ഞപ്പോ വിട്ടുതരാമെന്ന് അവള് സമ്മതിച്ചു. പക്ഷെ എനിക്കറിയാമായിരുന്നു നന്ദിനി ഒപ്പമില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. നിന്നെ തള്ളിപ്പറയാൻ ഞാൻ അവളെ നിർബന്ധിച്ചു. അതുകൊണ്ട് അവൾ അവിടെ വന്ന് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്. ക്രൂരമായ വാക്കുകളൊക്കെ ഞാൻ ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അവൾ അനുസരിച്ചു. നിന്നെ എനിക്ക് തിരിച്ചു തന്നത് ഇങ്ങനെ ഒരു അവിവേകം കാട്ടാനായിരുന്നെങ്കിൽ അന്നേ പറഞ്ഞൂടായിരുന്നു അവൾക്ക് നിന്നെ നഷ്ടപ്പെട്ട ജീവിതം അവസാനിപ്പിക്കുമെന്ന്. ആ നിമിഷം ഈ അമ്മ തീരുമാനിക്കുമായിരുന്നു നീ അവൾക്കുള്ളതാണെന്ന്. ഇപ്പോഴെനിക്കറിയാം ഞാൻ ചെയ്തത് ക്ഷമിക്കാനാവാത്ത തെറ്റാണെന്ന്. എന്നാലും മാപ്പ് തന്നൂടെ മോനെ ഈ അമ്മയ്ക്ക്. അവസാനത്തെ അഭയവും നഷ്ടപ്പെട്ടപ്പോഴാണ് ദാമോദരൻ മാഷും വിലാസിനിയെടുത്ത് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഒരു നിമിഷത്തെ തെറ്റായ ചിന്ത കൊണ്ട് അമ്മ നഷ്ടപ്പെടുത്തിയത് 2 ജീവന. അതിന് മനസ്സുകൊണ്ട് ഈ അമ്മ 1000 വട്ടം മാപ്പ് പറഞ്ഞു. നന്ദിനിക്ക് ബോധം വീഴുമ്പോ ഞാൻ അവളുടെ കാല് പിടിക്കും. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒന്നേ ചെയ്യാനുള്ളൂ. കണ്ണു തുറന്ന് നന്ദിനി എന്നെ തിരിച്ചറിയുമ്പോ അവളുടെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കണം. അവിടെ വച്ച് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോ അമ്മയ്ക്ക് ഈ മോൻ നഷ്ടപ്പെട്ടു എന്ന് വരും. 5 പേർ ഒന്നിച്ച് വിട്ടുപോയിട്ടും അമ്മ പിടിച്ചു നിന്നില്ലേ? ഞാൻ പോയാലും അമ്മ സമാധാനിക്കണം. ഞാൻ മരിച്ചാലും നന്ദിനിയോട് നീതി പുലർത്തി എന്ന വിശ്വാസത്തോടെ അമ്മ ജീവിക്കണം. മോനെ, വിജയേട്ടാ, ഒരു മിനിറ്റ്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ ജയകൃഷ്ണനെ തല്ലിയത്? അത് ചോദിക്കാൻ നീ ആരാ? മനസ്സിലായില്ലല്ലോ. പേര് ഹർഷൻ, അവൻ്റെ കൂട്ടുകാരനാ. തല്ലീന്ന് മാത്രമേ ജയേഷൻ പറഞ്ഞുള്ളൂ. എന്തിനാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ കല്യാണ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി കേട്ടനെ. കൊല്ലാൻ നോക്കിയതാവൻ. എന്നെയും ശാരദയും മായയും അശ്വതിയും മാത്രമല്ല, അവിടെ വന്നവരെ മുഴുവനും തല്ലി കൊല്ലണ്ടേ അവനെ. എന്നിട്ടും ക്ഷമിച്ചു. അവൻ മനുഷ്യനല്ല, മൃഗം. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. അവനല്ല ചെയ്തത്, എനിക്ക് ഉറപ്പുണ്ട്. മായയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിനുള്ള വൈരാഗ്യമാണ് അവന്. പക മനസ്സിൽ കയറിയാൽ ഇന്നതേ ചെയ്യുന്നില്ല, എന്തും ചെയ്യും അവൻ. കൂട്ടുകാരനാണെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞു കൊടുക്ക്. ഇനി എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും വന്നു പോകരുതെന്ന്. വന്നാൽ ചിലപ്പോൾ ഞാൻ അവനെ കൊന്നു വരും. പായസത്തിൽ വിഷം ചേർത്ത് നിങ്ങളെ കൊല്ലാൻ ഒരുങ്ങിയവൻ ആരായാലും കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ. അപ്പോഴും കാണണം ഈ രോഷം. ഇത് രോഷമല്ല, നിസ്സഹായനായ ഒരു ഏട്ടന്റെ ആത്മനൊമ്പരമാ. നിനക്കത് മനസ്സിലാവൂന്ന് എനിക്കറിയില്ല. നീ കേട്ടിട്ടുണ്ടാവും നാട് വിറപ്പിച്ച് നടന്നിരുന്നൊരു ഗുണ്ടയെപ്പറ്റി. അവൻ ഇന്നിറങ്ങും ജയിലിൽ നിന്ന്. അതോടെ എന്റെ കുടുംബം ഇല്ലാണ്ടാവും. അവന്റെ പിടിയിൽ നിന്ന് മായെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാ കല്യാണം തീരുമാനിച്ചത്. അത് മുടങ്ങിയെന്ന് മാത്രമല്ല, ചീത്തപ്പേരും കിട്ടി. വേറൊരു പെണ്ണുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ അവൻ. എന്നിട്ടും എന്തിനാ അവൻ മായയെ ശല്യം ചെയ്യണത്? നീ പറയണം അവനോട് ഉപദ്രവിക്കരുതെന്ന്. ഭരതന്റെ പിടിയിൽ നിന്നും എന്റെ ഒരു പെങ്ങളെങ്കിലും രക്ഷിച്ചോട്ടെ ഞാൻ. നന്ദിനിക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? നല്ല ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. 1-2 ദിവസം കഴിഞ്ഞാൽ നന്ദിനി നോർമലാവും. പക്ഷേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഭരതന്റെ കാര്യമല്ലേ? അതെ, അത് തന്നെ. വിശ്വംഭരൻ അവനെ ജാമ്യത്തിലിറക്കും. പിന്നെ ഇങ്ങോട്ട് വരില്ലേ അവൻ? വരും. കാരണം അവന്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു പേരേ ഉള്ളൂ, നന്ദിനിയുടെ. പക്ഷേ അവനവളെ കിട്ടില്ല. അപ്പോഴേക്കും നന്ദിനിയും കൊണ്ട് ചന്ദ്രശേഖരൻ ബാംഗ്ലൂരിലേക്ക് പറന്നിരിക്കും. നിന്റെ അമ്മയുടെ നിലപാട് മാറ്റാൻ പറ്റില്ല. വിജയേട്ടൻ ഒരു കാലത്ത് നിന്നെ അംഗീകരിക്കാനും പോകുന്നില്ല. നിന്നെ തല്ലിയത് എന്തിനാണെന്ന് ചോദിക്കാൻ പോയതാ ഞാൻ. അയാൾ പറയണേട്ടപ്പോൾ തിരിച്ചൊന്നും പറയാനും പറ്റിയില്ല. ഇടയ്ക്ക് ആ ഭരതൻ്റെ കാര്യവും പറയണ കേട്ടു. അവനൊന്ന് ജയിലിൽ നിന്ന് വരുന്നുണ്ടല്ലോ. അരുതാത്ത എന്തോ സംഭവിക്കുമെന്ന് പേടിക്കുന്നുണ്ട് അയാൾ. മായയുടെ കാര്യത്തിൽ ഇത്രയും പിടിവാശി വേണോ ചെയ്യാ? വിട്ടുകൊടുത്തേക്കടാ അവളെ.
വിട്ടുകൊടുക്കാം. മായയെ ഒരു വട്ടം കൂടി നേരിലൊന്ന് കണ്ടിട്ട്. അവൾ ആര് വേണമെങ്കിലും താലി കെട്ടിക്കോട്ടെ, പക്ഷേ എന്നോടത് അവൾ പറയണം. അതിനു മുമ്പ് എൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ലെന്ന് ഞാനും പറയും. നിന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ അതാ ശരിയെന്ന് തോന്നും. പക്ഷെ വിജയേട്ടൻ പറയുന്നതിലും കാര്യമില്ലടാ. പെങ്ങളുടെ നിശ്ചയവും കല്യാണമൊക്കെ മുടക്കാൻ ചെന്നാൽ കൈയും കെട്ടി നോക്കി നിൽക്കും ആരെങ്കിലും. ഞാനാണെങ്കിലും പ്രതികരിക്കും. എനിക്കിപ്പോൾ നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിന്നെ വേണ്ടാന്ന് മായ പറഞ്ഞാൽ കൂടുതലൊന്നും ആലോചിക്കാതെ അമ്മയെ അനുസരിച്ചേക്കണം. ഡോക്ടർ, ആ നന്ദിനിയുടെ കേസ് ഷീറ്റാ. വെന്റിലേറ്ററിന്റെ സഹായമില്ലാതെ നന്ദിനി ശ്വസിക്കുന്നുണ്ട്. ഹാർട്ട് ബീറ്റും പൾസും ഇപ്പം നോർമലാ. താങ്ക് ഗോഡ്. അരുത് ഭരത, അരുത്. സാക്ഷി പറഞ്ഞ ഞങ്ങൾ പോയില്ലേ? ഇനി എന്തിനാ നിനക്ക് എനിക്ക് അവളെ കാണണം, കണ്ടേ പറ്റൂ. കാണാൻ പറ്റില്ല ഭരത. ഇനി എവിടെ തുടരണമെങ്കിൽ നീ എന്നെ കൊല്ലേണ്ടി വരും. ഭരത, വേണ്ട. ഏയ്, stop it. ഇവിടെ ചാർജ് എടുത്ത അന്നു മുതൽ നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. കൂടിക്കാഴ്ച ഐസുവിന്റെ മുന്നിൽ വെച്ചാവട്ടെ എന്ന് തീരുമാനിച്ച ഞാനാ. എതിർക്കാൻ ശ്രമിക്കണ്ട, കീഴടങ്ങിക്കോ. ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ശിക്ഷിക്കുന്നില്ല, പട്ടും വളയും തന്ന് ആദരിക്കാൻ പോവുക. നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഈ ഐസിയുവിൽ അതിക്രമിച്ച് കയറി നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് 1000 പേര് സാക്ഷി പറയും. കാലം മാറി ഭരത. സത്യം പറയാൻ ഇനി നാട്ടിൽ ആരും പേടിക്കില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത്? സഹായിക്കാൻ ഈശ്വരൻ പോലും ഇല്ലാന്ന് തോന്നിപ്പോയി. വിഷമങ്ങൾ മുഴുവനും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം ഞാൻ അവനോട് പറഞ്ഞു മോളെ. അച്ഛനമ്മ എവിടെ? വിഷമിക്കരുത് നന്ദിനി. അന്ന് നീ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഇപ്പോഴാ ഈ അമ്മയ്ക്ക് മനസ്സിലാവുന്നത് എത്ര സുന്ദരിയാ എൻ്റെ മോള്. നമുക്ക് രക്ഷപ്പെടണ്ടേ? 2 തവണ ശ്രമിച്ചതല്ലേ? ഒരു തവണ കൂടി നോക്കിയാലോ? മോൾക്ക് സമ്മതമാണോ? അവര് 2 പേരും പോയി മോളെ. എന്തിനാ ഞാൻ മാത്രം ബാക്കിയായത്? എനിക്ക് വേണ്ടി ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
സത്യം ചൂഴ്ന്നെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പോലീസിന്. നീ കേട്ട് കാണും. 3-ാം മുറ എന്ന് ഞങ്ങൾ പറയും. ഒരിക്കൽ പോലും അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ നിനക്ക്. വേണ്ടതുപോലെ പ്രസാദം കൊടുത്ത് പ്രീണിപ്പിക്കാൻ ഗോഡ് ഫാദർ ഉണ്ടല്ലോ പിന്നിൽ. ഇവിടെ അതിനൊരു തിരുത്ത്. നിന്നെ അറസ്റ്റ് ചെയ്തതിന് ഇവിടെ രേഖകളില്ല. എനിക്ക് വേണ്ടതൊക്കെ കിട്ടുമ്പോഴേ നീ നിയമപരമായി കസ്റ്റഡിയിൽ ഉണ്ടാവൂ. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, നന്ദിനിയെ നീ കൊല്ലാൻ വന്നതിന് 1000 പേരെങ്കിലും സാക്ഷി പറയുന്നു. അതേ 1000 പേര് തന്നെ പറയും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. അതിനൊരർത്ഥമേ ഉള്ളൂ. ഇവിടെ വെച്ച് നീ ചത്തുപോയാലും പുറം ലോകം അറിയില്ലെന്ന്. നീ ആശുപത്രിയിലെത്തിയത് നന്ദിനിയെ കൊല്ലാനല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയേണ്ടത് വിശ്വംഭരനല്ലേ ഇതിന്റെ പിന്നിലുള്ളത് എന്നുമല്ല. കേട്ടിട്ടുണ്ടോ ഭാസ്കരമേനോൻ എന്നൊരാളെ? അതും വെറുതെ ചോദിച്ചതാ. നീ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഒറ്റയാൾ പട്ടാളമായി നിന്റെയും വിശ്വംഭന്റെയും മുന്നിലേക്ക് തീക്കാറ്റ് പോലെ വന്ന ആ ഫോറസ്റ്റ് റേഞ്ചറെ, ആ ജീവന് ആരാ ആദ്യം വില പറഞ്ഞത്? നീയോ അതോ വിശ്വംഭരനോ? വണ്ടി എടുത്ത്. ഹോസ്പിറ്റലിൽ നന്ദിനിയുടെ കൂടെ ആരാ ഉള്ളത്? അത് പിന്നെ ചന്ദ്രശേഖരനും ഭാരതിയും. കരുണ ഹോസ്പിറ്റലിലേക്ക് വിട്. എന്താ നായരെ? ഭരതം വന്നു. എന്റെ ഈശ്വരാ. ഈ അമ്മ മോനോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് അതെനിക്ക് വലിയൊരു ശരിയായിരുന്നു. ഇപ്പോഴെ തെറ്റായിരുന്നു എന്ന് ബോധ്യമായത്. ആ കുടുംബത്തിലുണ്ടായ ദുരന്തത്തിന് ഒരർത്ഥത്തിൽ ഞാനും കാരണക്കാരിയാ. നീ അറിയാതെ ഞാൻ അവളെ കണ്ടിരുന്നു. നിന്നെ മറക്കണമെന്ന് പറഞ്ഞു. മറക്കാൻ പറ്റില്ല. നിനക്ക് വേണ്ടി വേണമെങ്കിൽ മരിക്കാമെന്ന് അവൾ പറഞ്ഞു. ഞാൻ അപ്പോൾ നിന്നെ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് നിന്നെ വേണമെന്നും കൊണ്ടുപോകാൻ സമ്മതിക്കണമെന്നും നെഞ്ചുരുക്കി ഞാൻ പറഞ്ഞപ്പോ വിട്ടുതരാമെന്ന് അവൾ സമ്മതിച്ചു. പായസത്തിൽ വിഷം ചേർത്ത് നിങ്ങളെ കൊല്ലാൻ ഒരുങ്ങിയവൻ ആരായാലും കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ. അപ്പോഴും കാണണം ഈ രോഷം. ഇത് രോഷമല്ല, നിസ്സഹായനായ ഒരു ഏട്ടന്റെ ആത്മനൊമ്പരമാ. നിനക്കത് മനസ്സിലാവൂന്ന് എനിക്കറിയില്ല. നീ കേട്ടിട്ടുണ്ടാവും നാട് വിറപ്പിച്ച് നടന്നിരുന്നൊരു ഗുണ്ടയെപ്പറ്റി. അവൻ ഇന്നിറങ്ങും ജയിലിൽ നിന്ന്. അതോടെ എന്റെ കുടുംബം ഇല്ലാണ്ടാവും. ഈ ICUവിൽ അതിക്രമിച്ച് കയറി നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് 1000 പേര് സാക്ഷി പറയും. കാലം മാറി ഭരത. സത്യം പറയാൻ ഇനി നാട്ടിൽ ആരും പേടിക്കില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. എല്ലാം ഞാൻ അവനോട് പറഞ്ഞു മോളെ. അച്ഛനമ്മ എവിടെ? വിഷമിക്കരുത് നന്ദിനി. അന്ന് നീ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. സത്യം ചൂഴ്ന്നെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പോലീസിന്. നീ കേട്ട് കാണും. 3-ാം മുറ എന്ന് ഞങ്ങൾ പറയും. ഒരിക്കൽ പോലും അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ നിനക്ക്. വേണ്ടതുപോലെ പ്രസാദം കൊടുത്ത് പ്രീണിപ്പിക്കാൻ ഗോഡ് ഫാദർ ഉണ്ടല്ലോ പിന്നിൽ. ഇവിടെ അതിനൊരു തിരുത്ത്.
നിന്നെ അറസ്റ്റ് ചെയ്തതിന് ഇവിടെ രേഖകളില്ല. എനിക്ക് വേണ്ടതൊക്കെ കിട്ടുമ്പോഴേ നീ നിയമപരമായി കസ്റ്റഡിയിൽ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, നന്ദിനിയെ നീ കൊല്ലാൻ വന്നതിന് 1000 പേരെങ്കിലും സാക്ഷി പറയുന്നു. അതേ 1000 പേര് തന്നെ പറയും നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. അതിനൊരർത്ഥമേ ഉള്ളൂ, ഇവിടെ വെച്ച് നീ ചത്തുപോയാലും പുറം ലോകം അറിയില്ലെന്ന്. നീ ആശുപത്രിയിലെത്തിയത് നന്ദിനിയെ കൊല്ലാനല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കറിയേണ്ടത് വിശ്വംഭരനല്ലേ ഇതിന്റെ പിന്നിലുള്ളത് എന്നുമല്ല. കേട്ടിട്ടുണ്ടോ ഭാസ്കരമേനോൻ എന്നൊരാളെ? അതും വെറുതെ ചോദിച്ചതാ. നീ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഒറ്റയാൾ പട്ടാളമായി നിന്റെയും വിശ്വംഭന്റെയും മുന്നിലേക്ക് തീക്കാറ്റ് പോലെ വന്ന ആ ഫോറസ്റ്റ് റേഞ്ചറെ, ആ ജീവന് ആരാ ആദ്യം വില പറഞ്ഞത്? നീയോ അതോ വിശ്വംഭരനോ? എനിക്കറിയാം ഭരത, നീ വിശ്വംഭരന്റെ വിശ്വസ്തനായ ജർമ്മൻ ഷെപ്പേഡാണെന്ന്. വിധേയത്വം കൂടും. തല്ലിച്ചതച്ചാലും ഐസ് കട്ടയിലിട്ട് ഉരുട്ടിയാലും നഖത്തിനിടയിൽ ഇരുമ്പാണി കയറ്റിയാലും നീ ശബ്ദിച്ചു എന്ന് വരില്ല. ഉരുക്കിന്റെ കരുത്തുണ്ടല്ലോ നിന്റെ മനസ്സിന്. അയാൾ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്നെപ്പറ്റി. ഇരട്ടച്ചങ്കുള്ള ഭരതൻ. നിനക്ക് നന്നായിട്ട് ചേരും ആ വിശേഷണം. പേടിക്കണ്ട, നിന്റെ ഒരു തലമുടിനാരിന് പോലും കേടുപറ്റില്ല. അറസ്റ്റ് ചെയ്തപ്പോ കിട്ടിയ അതേ രൂപത്തിൽ തന്നെ നിന്നെ ഞാൻ വിശ്വംഭരന് തിരിച്ചു കൊടുക്കുന്നു, ചെറിയൊരു സർപ്രൈസോടെ. പുറത്തിപ്പോ ഭൂമി കുലുങ്ങുന്നുണ്ടാവും, ചരാചരങ്ങളൊക്കെ ഞെട്ടി വിറയ്ക്കുന്നുണ്ടാവും. ഭൂമി പിളർന്നായാലും വരാതിരിക്കില്ല വിശ്വംഭരൻ. നമുക്ക് കാത്തിരിക്കാം ഭരത. മായ, എന്തു വേണം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിന്നോടോ? അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ആരാ തന്നത്? പേര് വിളിച്ചാ മതി എന്നെ. കാര്യം പറയുന്നതിന് മുമ്പ് ചാടിക്കടിക്കരുത്. എന്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ എനിക്കൊരല്പം സാവകാശം വേണം. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട. അറിയാതെ ബാങ്കിൽ വെച്ച് ഞാനെന്തോ പറഞ്ഞുപോയി, അതൊക്കെ തിരിച്ചെടുക്കുന്നു. ഇനി എന്റെ മുമ്പിൽ വരരുത്. മായ പ്ലീസ്. എനിക്കറിയാം മായയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് തെറ്റായ ചില ധാരണകളുണ്ടെന്ന്. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈശ്വരൻ എനിക്ക് സത്യം കാട്ടിത്തന്നു. ഏതൊരു കുറ്റവാളിക്കും മനസ്സു തുറക്കാനുള്ള ഒരു അവസരം കോടതി പോലും നൽകാറുണ്ട്. കുറ്റവാളി അല്ലെങ്കിലും എനിക്കും പറയാനുണ്ട് മനസ്സു തുറന്ന ചില കാര്യങ്ങൾ. ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്നല്ലേ വിശ്വസിക്കുന്നു. ഇനി എനിക്ക് പോവാലോ? മായ, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിന്റെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ കൊല്ലാൻ തീരുമാനിക്കണമെങ്കിൽ ഒന്നുകിൽ ഞാനൊരു മനോരോഗിയായിരിക്കണം, അല്ലെങ്കിൽ സാഡിസ്റ്റ്. താൻ തന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, അങ്ങനെയുള്ള ഒരാളാണോ ഞാനെന്ന്. ചോദിച്ചു, ഉത്തരവും കിട്ടി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ മറ്റൊരാൾ കൊണ്ടുപോകുന്നു മനസ്സിലായപ്പോ കൊല്ലാൻ തീരുമാനിച്ചു നിങ്ങൾ. കണ്ടുപിടിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഭംഗിയായിട്ട് അഭിനയിച്ചു നിങ്ങൾ, എന്റെ ഏട്ടന്റെയും ഏട്ടത്തിയമ്മയുടെയും മുമ്പിൽ. ഇപ്പോഴും മനസ്സുകൊണ്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് സ്നേഹം എന്നൊരു വാക്ക്? ഇല്ല, പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആ വാക്കിന്റെ വില അറിയില്ല. അറിഞ്ഞുകൊണ്ട് ഒരാളെപ്പോലും വേദനിപ്പിച്ചിട്ടില്ല ഞാനിതുവരെ. മറ്റൊരാൾ നശിക്കണമെന്ന് ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയുമായി ഒരുപാട് പേരെ കൊല്ലാൻ കഴിയണത്? നിന്റെ കല്യാണം മുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിക്കാൻ കിട്ടിയ ഒരു അപൂർവ സ്വപ്നമായിരുന്നു നീ. ആ സ്വപ്നം കണ്ടു മറക്കാനുള്ളതല്ല മായ, മരണം വരെ കാത്തുവയ്ക്കാനുള്ളത്. മറ്റൊരാൾ അത് കൊണ്ടുപോയാലും നീ മരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിഷ്കളങ്കമായി പെരുമാറി പെണ്ണിന്റെ മനസ്സ് കീഴടക്കിയിട്ട് കാൽ കീഴിലിട്ട് ചവിട്ടി മെതിച്ച ക്രൂരനായ സാഡിസ്റ്റ് തന്നെ നിങ്ങൾ. എന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടരുതെന്ന വാശിയിലായിരുന്നു നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ആ സമയത്ത് എന്റെ വീട്ടിൽ വന്നത്? നിശ്ചയത്തിന്റെ അന്ന് ഏട്ടൻ തല്ലി ഇറക്കിയിട്ടും പക തന്നെയായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. എന്നോട്, ഏട്ടനോട്, ഏട്ടത്തിയമ്മയോട്, ചേച്ചിയോട്, എന്നെ കെട്ടാൻ പോന്ന ചെറുക്കനോട്.
ഇക്കണക്കിന് നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ചെറിയൊരു വഴക്കുണ്ടായാൽ അപ്പൊ വിഷം തന്നു കൊല്ലില്ലേ നിങ്ങളെന്നെ? ദൈവമായിട്ട് കാണിച്ചു തന്ന നേരെ അത്. അവസാനമായിട്ട് പറയാ ഞാൻ, ഇനി എന്നെ കാണാൻ എവിടെയും കാത്തു നിൽക്കരുത്. കാണണ്ട എനിക്ക് മുഖം. മറയ്ക്കുന്ന പുഴുത്ത പട്ടിയെ കാണുന്ന പോലെയാ ഞാൻ നിങ്ങളെ കാണുന്നത്. പൊയ്ക്കോ വേഗം. ചെരുപ്പ് കൊണ്ട് തല്ലുകൊള്ളുന്നത് 4 പേര് കാണണ്ട. സാരമില്ല, ഇപ്പൊ തല്ലുകൊള്ളുന്നത് എനിക്കൊരു ശീലമായി പോയി. നീ തല്ലിക്കോ, പക്ഷേ ദേഷ്യം തീരുമ്പോ മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. ശാരദേ, ശാരദേ, എന്താ ശാരദേ. എന്താ വിജേട്ടാ? ഭരതനെ മഹേന്ദ്ര സാർ അറസ്റ്റ് ചെയ്തു. യോ എന്റെ ഈശ്വര, നന്ദിനി രക്ഷപ്പെട്ടല്ലോ. ഭഗവാനേ, എങ്ങനെ രക്ഷപ്പെടാതിരിക്കും? ഈ നാട് മുഴുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ. ഈശ്വര, ഒരിക്കൽ വിശ്വംഭരനെ അറസ്റ്റ് ചെയ്തതാ ഈ മഹേന്ദ്രൻ സാർ. എന്നിട്ട് എന്താ ഉണ്ടായത്? മറന്നു ഏട്ടൻ? മറന്നതാ. ഇപ്പോഴും അങ്ങനെ സംഭവിക്കുമായിരിക്കും. പക്ഷെ അവൻ അറിഞ്ഞല്ലോ മോളെ, പഴയതുപോലെ ഈ നാട്ടിൽ കൊന്നും കൊല വിളിച്ച് നടക്കാൻ പറ്റില്ലെന്ന്. ഒരു മനുഷ്യനെ കൊന്നിട്ടും അവന് കിട്ടിയത് വെറും 8 കൊല്ലം തടവ. പോലീസിനേക്കാൾ കരുത്തുണ്ടേട്ടാ ഇപ്പോഴത്തെ ക്രിമിനലുകൾക്ക്. അത് കരുത്തല്ല അശ്വതി, പണം കൊടുത്ത് പോലീസിനെ വഴിതെറ്റിക്കുന്നതാ. കാക്കിയുടെ വിലയറിയാത്ത കുറച്ചു പേർ ഇപ്പോഴുമുണ്ട് പോലീസിൽ. പക്ഷേ മഹേന്ദ്രൻ സാർ അങ്ങനെയല്ലല്ലോ. ഇതിനു മുമ്പ് എത്ര SP മാരുണ്ടായിരുന്നു ഇവിടെ? ആർക്കെങ്കിലും കഴിഞ്ഞോ വിശ്വംഭരന്റെയും ഭരതന്റെയും നേരെ ചെറുവിരലെങ്കിലും ചൂട്ടാൻ? പഴയതുപോലെ ഇനി ഭരതനും വിശ്വംഭരനും ചേർന്ന് ഈ നാട് ഭരിക്കില്ല. എന്നാലും പേടിക്കണം ചേട്ടാ, അത്ര എളുപ്പം തോറ്റു കൊടുക്കുവോ വിശ്വംഭരൻ? 8 വർഷം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതല്ലേ ഭരതനെ. വേഗം പുറത്തു കൊണ്ടുവരില്ലേ അയാൾ? പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമല്ല, നന്ദിനിയും വെറുതെ വിടില്ല അവര്. എപ്പോഴും പോലീസിന് ഹോസ്പിറ്റലിൽ കാവല് നിൽക്കാൻ പറ്റൂ? ആദ്യമായി തോറ്റുപോയെന്ന വിചാരം ഭരതനുണ്ടാവും. മാഷും വിലാസിനി ചേച്ചി മരിച്ചില്ലേ? പക വീട്ടാൻ ഇനി ബാക്കിയുള്ളത് നന്ദിനി മാത്രം. എന്റെ മനസ്സ് പറയുന്നത് ഭരതൻ അവളെ ശിക്ഷിക്കുമെന്ന് തന്നെയാ. നമ്മളൊക്കെ കേട്ടതല്ലേ ജയിലിലേക്ക് പോകുമ്പോ അവൻ പറഞ്ഞത്. ജയിലിൽ നിന്നിറങ്ങി അന്ന് തന്നെ നന്ദിനിയുടെ അടുത്തേക്കല്ലേ അവൻ വന്നത്. ഇനിയും വരൂ അവൻ. ജാമ്യത്തിലിറങ്ങിയാൽ അവൾ എവിടെയുണ്ടോ അവിടേക്ക്. മഹേന്ദ്ര സാർ അത് അനുവദിക്കും അശ്വതി? പോലീസിന്റെ അനുവാദം ചോദിച്ചിട്ടാണോ ക്രിമിനലുകൾ കൊല്ലാൻ വരുന്നത്? അറസ്റ്റ് ചെയ്യരുതായിരുന്നു അവനെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ പോലീസിന്? നന്ദിനിയുടെ ജീവൻ രക്ഷിക്കാനാണെന്നും പറഞ്ഞു വെടിവെച്ച് കൊന്നൂടായിരുന്നു അവനെ. അറിയാമല്ലോ എന്നെ. അറിയാം, ഈ നാട്ടിലെ സൂപ്പർ ക്രിമിനലിന്റെ അതിസമർത്ഥനായ അഡ്വക്കേറ്റ്. അപ്പോൾ ഞാൻ വന്നത് എന്തിനാണെന്നും മനസ്സിലായി കാണും. മനസ്സിലായിട്ടില്ല, പറഞ്ഞോളൂ, എന്താ കാര്യം? ഞാൻ ഭരതനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. പക്ഷേ ഭരതം പോലീസിന്റെ കസ്റ്റഡിയിലില്ലല്ലോ. അഭിനയിക്കരുത് മഹേന്ദ്ര. നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യുന്നത് ആശുപത്രിയിലുള്ളവർ മുഴുവൻ കണ്ടതാ. അതുകൊണ്ട് 24 മണിക്കൂറിലധികം നിങ്ങൾ അവനെ കസ്റ്റഡിയിൽ വച്ചു എന്ന് ഞാൻ തെളിയിക്കും. എനിക്കൊരു സംശയം, എന്തിനാണാവോ നാടറിയുന്ന ഒരു ക്രിമിനൽ ആശുപത്രിയിൽ വന്നത്? അതും ICUവിന്റെ മുന്നിൽ. ചികിത്സിക്കാനാണോ? അതോ ICUവിന്റെ ഉള്ളിലുള്ള ആർക്കെങ്കിലും പണി കൊടുക്കാനാണോ? അതേടോ, കൊല്ലാൻ വന്നതവൻ. സത്യം പറഞ്ഞ താനിപ്പോ താങ്ക്സ് പറയേണ്ടത് എനിക്കാ. എന്തിനാണെന്നോ? ഒരു പേപ്പട്ടിയെ വെടിവെച്ച് കൊല്ലുന്നത് പോലെ അവനെ വെടിവെച്ച് കൊല്ലാതിരുന്നതിന്. വിശ്വംഭരം മുതലാളി ദുബായി പോയത് തന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടായാൻ. ഭൂകമ്പമല്ലേ? ഉണ്ടായിക്കോട്ടെ. ഭരതൻ എവിടെ? സമയം എന്തായി? അവനെ പുറത്തുവിടാൻ നിങ്ങൾക്ക് നാളും സമയം സ്ഥിതിയൊക്കെ നോക്കണോ? വേണം. കാരണം 5 മണി കഴിഞ്ഞാൽ കോർട്ടില്ല. നാളെയും മറ്റന്നാളും അവധി. ഇനി തിങ്കളാഴ്ച വരെ കാത്തിരുന്നേ പറ്റൂ. പഴകിത്തേഞ്ഞ ഒരു നമ്പരാ. എന്നാലും 2 ദിവസം റിമാൻഡിൽ ഉണ്ടാവുമല്ലോ. ഒന്ന് ഞെക്കിപ്പിഴിയാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. സുഖ ചികിത്സ. ഒരുപാട് പറയാനില്ലേ അവന്. 8 വർഷം മുമ്പ്
2 ക്രിമിനലുകൾ ഈ നാട്ടിൽ നടത്തിയ തേർവാഴ്ചയുടെ കഥ. ഇത് തീക്കളിയാണ് മഹേന്ദ്ര. ഭരതന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ പകരം ഒരുപാട് ചോര തരേണ്ടി വരും ഞങ്ങൾക്ക്. Mind it. എടാ, അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിന്നെ ഇഷ്ടമാണെന്ന് മായ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ കാത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? നിന്റെ അമ്മ പറയണത് കേട്ടൂടെ നിനക്ക്? നിനക്കും എന്റെ മനസ്സ് കാണാൻ കഴിയണില്ലടാ. എങ്ങനെ മറക്കും ഞാൻ അവളെ? മറന്നല്ലേ പറ്റൂ. വെറുപ്പാണെന്ന് പറയുമ്പോഴും അവൾ എന്നോട് സംസാരിച്ചില്ലേ? ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും അവളുടെ കണ്ണി ഞാൻ കണ്ടു എന്നോടുള്ള സ്നേഹം. പിന്നെ പിന്നെ ഞാനും അവളും കല്യാണം കഴിച്ച് ഒന്നിച്ച് താമസിക്കുമ്പോൾ വിഷം കൊടുത്ത് കൊല്ലില്ലേ എന്നവൾ എന്നോട് ചോദിച്ചു. അത് സ്നേഹം കൊണ്ടാണെന്നാണോ നീ കരുതിയത്? കഷ്ടം. ചെരുപ്പൂരി തല്ലൂന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷെ തല്ലിയില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? അവളുടെ ഉള്ളിലെവിടെയോ സ്നേഹത്തിന്റെ ഒരു പൊട്ടുണ്ടെന്നല്ലേ? അയ്യോ, ഇനി എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. മീനം 14 എന്താണോ നടക്കാൻ പോകുന്നത് എൻ്റെ ഈശ്വര. ഒരു കാര്യം ഉറപ്പാ, എന്ത് നടന്നാലും നിന്റെ അമ്മ എന്നെ ജീവനോട് വെച്ചേക്കില്ല. മീനം 14 ഇനിയുണ്ട് 3-4 ദിവസം. അതിനുള്ളിൽ മായ എപ്പോഴെങ്കിലും എന്നെ തേടി വന്നാലോ? ഇഷ്ടമാണെന്ന് പറയാൻ. നിന്റെ വീട്ടിൽ നിന്നെ തേടി മായ നന്നായിരിക്കും. അത് നിന്റെ അമ്മയുടെ മുമ്പിൽ. എടാ, വഴി തെറ്റിയിട്ടാണെങ്കിൽ പോലും മായ നിന്റെ അമ്മയുടെ കൺവെട്ടത്ത് വരാതിരിക്കാൻ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അവള് ബാക്കിയുണ്ടാവില്ല. നമ്മൾ ചന്ദ്രശേഖരനെയും നന്ദിനിയെയും രക്ഷപ്പെടുത്തും. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അവർ ബാംഗ്ലൂരിലേക്ക് പോകും. അവിടെ ചന്ദ്രശേഖരന്റെ കൂട്ടുകാരനുണ്ട്, വിവേക്. ഓക്കെ സർ. ഭരതൻ ഇന്ന് ജാമ്യത്തിലിറങ്ങി. അവൻ ആദ്യം വരുന്നത് ഈ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അതിനു മുമ്പ് നമ്മൾ ചന്ദ്രശേഖരനെയും നന്ദിനിയെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയേ തീരൂ. ഓക്കെ സർ. ഞാൻ ഡോക്ടർ മാത്യൂസുമായി സംസാരിച്ചു. നന്ദിനിയെ രാവിലെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. നാളെ ഫ്ലൈറ്റിൽ കയറുന്നത് വരെ ഹരിതയുടെ ക്വാർട്ടേഴ്സിൽ താമസിക്കട്ടെ. നമ്മൾ രണ്ടുപേരും അല്ലാതെ ഈ രഹസ്യം മറ്റാരും അറിയണ്ട. നന്ദിനിയെ തേടി ഭരതൻ ഇങ്ങോട്ട് വന്നാലോ സർ? വീണ്ടും വീരശൃംഖല ഒരുക്കി നമ്മൾ അവനെ ലോക്കപ്പിലാക്കും. രക്ഷിച്ചുകൊണ്ട് പൊയ്ക്കോട്ടെ ഹരിതേ. എന്നാലും നിഴൽ പോലെ നമ്മൾ ഭരതന്റെ പിന്നിലുണ്ടാവും. രണ്ടുപേരും രക്ഷപ്പെടുകയാണ് ബാംഗ്ലൂരിലേക്ക്. ഇന്ന് രാത്രി ഡിവൈഎസ്പി ഹരിതയുടെ ക്വാർട്ടേഴ്സിൽ വിശ്രമം. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് ശുഭയാത്ര. ഭരതൻ നിന്നെ തേടി ഇങ്ങോട്ട് വരില്ല. കരുണ ഹോസ്പിറ്റലിലെ ICUവിൽ നീ ഇല്ലെന്നറിഞ്ഞു വരുമ്പോ ഒരുപാട് വൈകിയിരിക്കും. വീണ്ടും ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും. ചന്ദ്രശേഖരൻ രാവിലെ 10 മണിക്ക് എയർപോർട്ടിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മഹേന്ദ്രൻ സാറും വരും. എന്താ ഡിവൈഎസ്പി ഹരിതഹയ്യ പറയൂ, കേൾക്കുന്നുണ്ട്. ടാങ്കർ എന്ത് പറ്റി? ഗ്യാസ് ലീക്ക് ചെയ്യുന്നോ? മൈ ഗോഡ്, ഞാൻ ഉടനെ വരാം. സ്പോട്ടിൽ ഒരു ചെറിയ സ്പാർക്ക് പോലും ഉണ്ടാവാതെ നോക്കണം. ഓക്കെ നന്ദിനി, ബൈപ്പാസിനടുത്തൊരു ടാങ്കർ മറിഞ്ഞു. പോവാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഉടനെ വരാം. വാതിൽ ലോക്ക് ചെയ്തോളൂ. ആര് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഓക്കെ?
ഞാൻ വന്നത് നിന്നെ കൊല്ലാനല്ല, ഇനി ആരെയും കൊല്ലില്ലെന്ന് പറയാനാ. ഇനിയുള്ള കാലം ഒരു മനുഷ്യനെ പോലെ ജീവിക്കണമെന്നുണ്ട് എനിക്ക്. സ്നേഹം എന്താണെന്ന് എനിക്കറിയണമെന്നുണ്ട്. എല്ലാവരെയും സ്നേഹിച്ച് ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്നുണ്ട്. എങ്കിൽ നീ എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ തിരിച്ചു തരണം. അവരുടെ ജീവനെടുത്തതിന് ആദ്യം ഉത്തരം പറയണം. നീ വന്ന് എന്നെ അച്ഛനെ അമ്മയെ കൊല്ലൂന്ന് കരുതിയിട്ടാ നീ ഒരിക്കലും തേടി വരാത്ത ലോകത്തേക്ക് ഞങ്ങൾ പോവാൻ തീരുമാനിച്ചത്. ഈശ്വരൻ അവിടെ എന്നെ ശിക്ഷിച്ചു. നിന്റെ ഈ വൃത്തികെട്ട മുഖം കാണാൻ എന്നെ ബാക്കി വെച്ചു. അതെന്റെ തെറ്റല്ലല്ലോ നന്ദിനി. ഞാൻ വന്നത് നിങ്ങളെ കണ്ട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാനാ. അത്ര എളുപ്പം നിനക്ക് മാപ്പ് കിട്ടില്ല. ഒരു ഈശ്വരന് നിന്നോട് ക്ഷമിക്കില്ല. ഒരുപാട് പേരെ കൊന്നിട്ടില്ലേ? താരാട്ട് പോലെ അവരുടെ നിലവിളി കേട്ട് ആസ്വദിച്ചിട്ടില്ലേ? വിജയേട്ടന്റെ കാല് തല്ലുപിടിച്ചിട്ടില്ലേ? അശ്വതി ചേച്ചിയെ മറക്കാൻ പറ്റില്ല ആർക്കും. നിനക്കൊരിക്കലും ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റില്ല. നീ ഒരു ചെകുത്താനായിരുന്നു എന്നും. നീ പറഞ്ഞത് സത്യമാണ് നന്ദിനി. ഞാനൊരു ചെകുത്താനായിരുന്നു. ഒരുപാട് ചോര വീഴ്ത്തിയിട്ടുണ്ട്. ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. നിലവിളികൾ ഞെരിച്ചിട്ടുണ്ട്. അന്ന് ഭരതൻ എന്ന പേരിനർത്ഥം മരണമെന്നായിരുന്നു. നല്ലവനായിരുന്ന ഒരേ ഒരു വാക്കുകൊണ്ട് കഴിഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി കളയാൻ പറ്റുമോ? എന്നാലും നീ കേൾക്കും. നെഞ്ചു പിളർന്ന് പറിച്ചെടുത്ത ജീവന്റെ പിടപ്പ്. ഇല്ല, പക്ഷേ ഇനി എനിക്ക് ആരെയും കൊല്ലാതിരിക്കാൻ കഴിയും. ഇനി എനിക്ക് വേണ്ടത് ഒരല്പം സ്നേഹമാണ്. അത് നിനക്കൊരിക്കലും കിട്ടില്ല. ഈ നാട്ടിൽ ആരും നിന്നെ സ്നേഹിക്കില്ല. നീ പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല. നിനക്കൊരിക്കലും മാപ്പ് കിട്ടില്ല. എന്റെ അച്ഛനെ അമ്മയെ കൊന്നത് നീയാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞു ഞാൻ. ആയിക്കോട്ടെ, എന്നാലും ഈ പറഞ്ഞതൊക്കെ ഇടനെഞ്ചിന്റെ വിങ്ങലാണെന്ന് എന്നെങ്കിലും നീ മനസ്സിലാക്കണം. ചോര കണ്ട അറപ്പും അറിയാം ഒരു കൊടും ഭീകരന്റെ മാനസാന്തരം. നന്നായിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ കാത്തിരുന്നോളാം. ഞാൻ മനുഷ്യനായിന്ന് നീ സമ്മതിക്കുന്ന നാൾ വരെ. അങ്ങനെ ഒരു നാളുണ്ടാവില്ല. മരണം വരെ നീ മനുഷ്യനായെന്ന് ഞാൻ സമ്മതിക്കില്ല. ആയിക്കോട്ടെ, പറയാനുള്ളതൊക്കെ ആദ്യം നിന്നോട് തന്നെ പറയണമെന്ന് ആശിച്ചിരുന്നു. അത് നടന്നല്ലോ. ശത്രുവിനെ കൊല്ലൂന്ന് പറയാനല്ലാതെ ഇന്നോളം ഞാൻ നാവാനക്കിട്ടില്ല. അതുകൊണ്ടാ മനുഷ്യനായി ജീവിക്കുമെന്ന് പറയുമ്പോഴും കണ്ണുകളിൽ സ്നേഹത്തിന്റെ തിളക്കം കാണാത്തത്. എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല നന്ദിനി. ഇനിയുള്ള ഭരതന്റെ ജീവിതം ഒരു പ്രാർത്ഥന പോലെയാ. തിരകളില്ലാത്ത കടല് പോലെ ശാന്തമാണിപ്പോ എന്റെ മനസ്സ്. അവിടെ ഇപ്പൊ ചോരയില്ല, നിറച്ചും സ്നേഹമാണ്. ഈ ലോകത്തോട് മുഴുവൻ. വേണ്ട മേഡം, ഞാനിപ്പോ നിങ്ങൾ തേടുന്ന ക്രിമിനൽ അല്ല. ഒരു ദിവസമെങ്കിലും മനുഷ്യനെ പോലെ ജീവിച്ചിട്ട് മരിക്കാൻ കൊതിയുള്ള പുതിയ ഭരതനാണ് ഞാൻ. വന്നത് നന്ദിനിയെ കൊല്ലാനല്ല, ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കാനാ. അമ്മായി. ആ ജയകൃഷ്ണനോ? വാ മോനെ, ഇരിക്കു വാ. വേണ്ട അമ്മായി, ഒരിക്കൽ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞല്ലേ യമുനയായിട്ടുള്ള കല്യാണം നടക്കില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ എന്തിനാ കല്യാണം തീരുമാനിച്ചത്? നിന്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞു മോനെ, യമുനയെ മരുമകളായി വലിയ വീട്ടിലേക്ക് അയക്കണമെന്ന്. എന്നാലും എന്നോട് ഒരു വാക്ക് ചോദിക്കണമായിരുന്നു അമ്മായി. പരസ്പരം ഇഷ്ടപ്പെടാത്തവരെ ഒന്നിച്ചു ചേർത്തിട്ട് നിങ്ങളൊക്കെ എന്താ നേടാൻ പോകുന്നത്? അന്തസ്സോ, ആഭിജാത്യമോ, അതോ കണക്കില്ലാത്ത സ്വത്തോ? പണ്ടങ്ങ് ഒരു വാക്കു പറഞ്ഞതിന്റെ പേരിൽ എന്റെ യമുനയുടെ ജീവിതം തകർക്കണമായിരുന്നു. പരസ്പരം ഇഷ്ടപ്പെടാത്തവരെന്ന് പറയണ്ട. യമുനിക്ക് നിന്നെ എന്നും ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ആ ഇഷ്ടം വിവാഹം വരെ കൊണ്ടെത്തിക്കണമായിരുന്നു. കാലം മാറിയപ്പോ നിങ്ങൾ മാറേണ്ടതായിരുന്നു. നിന്റെ അമ്മ നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ആദ്യം ചോദിക്കേണ്ടത് എന്റെ സമ്മതമായിരുന്നു.
ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ അമ്മായിയോടും യമുനയോടും ഈ കല്യാണം നടക്കില്ലെന്ന്. അപ്പൊ എന്റെ സമ്മതം ആർക്കും ആവശ്യമില്ല. പക്ഷേ അവളുടെ കഴുത്തി താലി കെട്ടേണ്ടത് ഞാനാണല്ലോ. അതെല്ലാരും മറന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? ഈ കല്യാണം നടക്കില്ലെന്നോ? ക്ഷണം കഴിഞ്ഞു. നാളെ കല്യാണ സാരി എടുക്കാൻ പോണു. ചതിക്കരുത് കുട്ടിയെ. ക്ഷണിച്ചവരോടൊക്കെ മാറ്റി പറയാൻ പറ്റൂ. കല്യാണം തീരുമാനിക്കുമ്പോ അതൊന്നും ആലോചിച്ചില്ല ആരും. ആലോചിച്ചതാ, പലവട്ടം ചോദിച്ചതാ യശോദയോട്. അവൾ ഉറപ്പ് തന്നു നീ എതിരൊന്നും പറയില്ലെന്ന്. അതാ ഞങ്ങള്. നിങ്ങൾ എല്ലാരും കൂടി തകർത്തത് എന്റെ ജീവിതവും കൂടെ യമുനയുടെ ജീവിതവും. ഭാര്യയായിട്ട് എനിക്കവളെ കാണാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല അമ്മായി. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയൊരു തെറ്റ് ചെയ്യിക്കുക നിങ്ങളൊക്കെ ചേർന്ന്. അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ പോണത് ഞാനും യമുനയും മാത്രമല്ല, എന്റെ അമ്മയുൾപ്പെടെ ഉള്ളവരാ. അത് മനസ്സിലാവണമെങ്കിൽ സ്നേഹത്തിന്റെ ആഴവും പരപ്പും അറിയാം. അമ്മായി വെറൊരു യന്ത്രമാണോ ഞാൻ? യമുനയ്ക്കും തടയാമായിരുന്നു കല്യാണം. ഞാൻ എന്താ പറയുക? അവളോട് നീ തന്നെ ചോദിക്കും. അമ്മയോടെല്ലാം പറഞ്ഞു, ഒരു പേരൊഴിച്ച് മായ. എന്തേ പറയാതിരുന്നത്? അതല്ലേ പറയേണ്ടിയിരുന്ന ഏറ്റവും വലിയ സത്യം. പറയാൻ പേടിയായിരുന്നു ജയേട്ടാ, അതോ എന്നോട് പറയാൻ ബാക്കി വെച്ചതോ? മുമ്പ് അവൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ എനിക്കവളെ മറക്കാൻ പറ്റുന്നില്ല. പക്ഷെ കല്യാണക്കത്ത് അച്ചടിച്ചു പോയല്ലോ, ക്ഷണിച്ചും കഴിഞ്ഞു. ഇനി ജയേട്ടന് മാറ്റി പറയാൻ പറ്റുമോ കല്യാണം കഴിക്കാൻ പോകുന്ന യമുനയല്ല മായയാണെന്ന്? ആ ധർമ്മസങ്കടത്തില്ല ഞാനിപ്പോ. എല്ലാരും ചേർന്ന് സമർത്ഥമായി വല നെയ്തപ്പോ നീ അതിന് കൂട്ടി നിൽക്കരുതായിരുന്നു. അമ്മയോട് തുറന്നു പറയണമായിരുന്നു ഈ കല്യാണം വേണ്ടാന്ന്. ജയേട്ടൻ പറഞ്ഞത് ശരിയാ, എനിക്ക് പറയാമായിരുന്നു. പറഞ്ഞില്ല. പറയാൻ കഴിയാത്തോണ്ടല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാ. യമുനെ, ഇപ്പൊ ജയേട്ടന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് മായ എന്ന പെണ്ണല്ലേ? അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ലെന്ന് ഇപ്പൊ ജയേട്ടൻ തീരുമാനിച്ചിട്ടില്ലേ? അതുപോലെ ഞാനും തീരുമാനിച്ചു, ജയേട്ടനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന്. ക്ഷണക്കത്തിൽ ജയേട്ടന്റെ പേരിന്റെ താഴെ എന്റെ പേരുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരണോ ജയേട്ടന്? മീനം 14 എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ട ആൾ ഓടി വന്ന് മറ്റൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ വെറുതെ അങ്ങ് ഒഴിഞ്ഞു തരുമെന്ന് കരുതിയോ? പറ്റില്ല ജയേട്ടാ. നീ അന്ന് പറഞ്ഞത് എന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിച്ചോളാനല്ലേ? അന്നത് പറയുമ്പോ നമ്മുടെ വീട്ടുകാർ കല്യാണം തീരുമാനിച്ചിരുന്നില്ല. നിന്റെ ജീവിതം കണ്ണീരിൽ കുതിർന്നു പോവും. അതാണ് വിധിയെങ്കിൽ അനുഭവിക്കാൻ ഞാൻ ഒരുക്കാ ജയേട്ടാ. രണ്ടും കൽപ്പിച്ച് ഞാനൊരു തീരുമാനം എടുത്താലോ? ആ തീരുമാനം കല്യാണക്കത്ത് അച്ചടിക്കുന്നതിന് മുൻപ് അമ്മായിയോട് പറയണമായിരുന്നു. ഇനി ജയേട്ടന് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാൻ കഴിയില്ല. നാളെ അമ്മായിയോടൊപ്പം കല്യാണ സാരി ആഭരണങ്ങൾ എടുക്കാൻ പോണുണ്ട് ഞാൻ. കൂടെ വരില്ലെന്നറിയാം, എന്നാലും വിളിക്കുക. കൂടെ വരാമോ? മോളെ, ജയൻ എന്ത് പറഞ്ഞു? കരയരുത് മോളെ. ഗുരുവായൂരപ്പൻ അരുതാത്തൊന്നും വരുത്തില്ല എന്റെ കുട്ടിക്ക്. അങ്ങനെ ആശ്വസിക്കാൻ പറ്റുമായിരുന്നു നമുക്ക്. മായ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ജയേട്ടൻ എങ്ങനെ വരും എന്റെ കഴുത്തിൽ ഒരു താലി ചേർത്താൻ? നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടക്കാതിരുന്ന എന്റെ അമ്മ തളർന്നു പോവില്ലേ? എനിക്കറിയില്ലമ്മേ, അത് ഓർക്കുമ്പോ പോലും പേടി തോന്നുന്നു. ഈ കല്യാണം വേണ്ടായിരുന്നു മോളെ. യശോദ നിർബന്ധിച്ചപ്പോഴും സമ്മതിക്കരുതായിരുന്നു. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തമാകുമെന്ന് ഈ അമ്മ കരുതിപ്പോയി. എന്നാലും ജയൻ നിന്നെ മറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറന്നിട്ടില്ലല്ലോ, പെങ്ങളാണെന്ന് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. ഞാനും യശോദ അങ്ങനെയല്ലോ കരുതിയത്. യശോദയെ വിളിച്ച് പറഞ്ഞാലോ മോളെ? ഏട്ടനെ കല്യാണം ഇഷ്ടമില്ലെങ്കിൽ അമ്മായിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനസ്സമാധാനം ഇല്ലാതായല്ലോ മോളെ. താലി കെട്ടാൻ സമയത്ത് ജയൻ വന്നില്ലെങ്കിൽ
നാട്ടുകാരൊക്കെ കളിയാക്കി ചിരിക്കില്ലേ? അപ്പോ എന്റെ മോൾക്ക് വിഷമമാകില്ലേ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. അതെന്തായാലും അമ്മയോട് പറയണം നീ. ഞാൻ അവളെ പോയി കാണും. മായെ, എന്താ നീ പറയണേ? കല്യാണം നിശ്ചയിച്ച പെണ്ണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പാടില്ലെന്നറിയാം. എന്നാലും കണ്ട് കാല് പിടിക്കും ഞാൻ. ഏട്ടനെ മറക്കണമെന്ന് യാചിക്കും. മനസാക്ഷിയുള്ള പെണ്ണാണ് അവളെങ്കിൽ എന്റെ മനസ്സ് കാണാതിരിക്കോ? ഗതികേട് അറിയേണ്ടിരിക്കോ? എന്റെ ഗുരുവായൂരപ്പ, ഏത് നേരത്തായി കല്യാണം ഉറപ്പിക്കാൻ തോന്നിയത്? വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു മോളെ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ യമുന. ഓഹോ, യമുന, ജയകൃഷ്ണന്റെ പെണ്ണ്. നിന്റെ അമ്മായിയമ്മ ഇവിടെ വന്ന് കല്യാണം വിളിച്ചിരുന്നു. പുതിയൊരു സ്റ്റൈലിൽ. ആരും നിന്റെ വീട്ടിന്റെ പടി ചവിട്ടി പോരുതെന്ന്. പേടിക്കണ്ട, ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആരും കല്യാണത്തിന് വരില്ല. മായ ഇവിടെ ഇല്ലേ? ഉണ്ട്, അവളെയും കണ്ടിരുന്നു യശോദ. എനിക്ക് മായയായിട്ടൊന്ന് സംസാരിക്കണം. വിളിക്കാമോ? ഇരിക്കേ, ഞാൻ വിളിക്കാം. പരസ്പരം പരിചയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. മുഖപുരയും വേണ്ട. മനസ്സിലായില്ല. ജയകൃഷ്ണൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഞാൻ, യമുന. എന്റെ കല്യാണമാണ്. അറിയാം. പിന്നെന്തിനാ ഈ അഭിനയം? അഭിനയോ? ജയേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും. പറഞ്ഞു നടക്കാൻ പറ്റിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ലല്ലോ. ജയേട്ടൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതോ? അങ്ങനെ ആർക്കു വേണമെങ്കിലും പറയാലോ. അത് സത്യമല്ലേ? എനിക്കറിയില്ല. അറിയില്ലേ? ഇല്ല. നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ലെന്ന് ജയേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ പല പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവും. സത്യം തിരക്കി നോക്കിയിട്ട് കല്യാണം നടത്തിയാ മതി. ഞാൻ പേടിക്കുന്നത് നിന്നെ മാത്രമാണ് മായേ. എന്നെ എന്തിനാണ് പേടിക്കുന്നത്? പല ദിവസവും സ്വപ്നത്തിൽ വന്ന് നീ എന്നെ പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷിച്ചു വന്നത്. നിന്നെ ജയേട്ടൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ ഇഷ്ടം നിനക്ക് അങ്ങോട്ടും ഉണ്ടോന്ന് എനിക്കറിയണം. മനസാക്ഷിയില്ലാത്ത മൃഗമാണ് അയാള്. എനിക്കെന്നല്ല, ഒരു പെണ്ണിനും ഇഷ്ടാവില്ല. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ എന്റെ ജയേട്ടനെ പറ്റി ഇങ്ങനെ പറഞ്ഞതിന് നിന്നോട് വഴക്കുണ്ടാക്കിയനെ ഞാൻ. സാരല്ല, ഇപ്പൊ ജയേട്ടനെ പറ്റി നീ ഇങ്ങനെ പറയുന്നത് തന്നെ എനിക്കിഷ്ടം. നീ എന്ത് കണ്ടിട്ടാ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ഒരിക്കലും അയാളെ കാണരുതെന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. പ്രതിശ്രുതവരനോട് കഴിയുമെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കണം. എന്റെ പിന്നാലെ നടന്ന് വിജയേട്ടനെ പ്രകോപിപ്പിക്കരുതെന്ന്. അത്രയ്ക്ക് അനുഭവിച്ചു ഞങ്ങള്. ആ, കല്യാണമാണെന്നല്ലേ പറഞ്ഞത്? അത് നടക്കണമെങ്കിൽ കല്യാണ ചെക്കനെ വീടിനുള്ളിൽ പൂട്ടിയിടണമെന്ന് നിന്റെ അമ്മായിയമ്മയോട് പറയുന്നത് നല്ലതാ. ആശങ്കയോടെ വന്നത്. സമാധാനത്തോടെ തിരിച്ചു പോകുന്നു. കല്യാണം കഴിയുമ്പോ നീ ഒരു നല്ല പെണ്ണായിരുന്നു എന്ന് ജയേട്ടനോട് ഞാൻ പറഞ്ഞോളാം. നിർത്ത് നിർത്ത് നിർത്ത്. നിങ്ങൾ ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരുന്നാ മതി. മായല്ലേ? അതെ. കാണാൻ ഇത്രയ്ക്ക് ചന്തം ഉണ്ടാവുമെന്ന് വിചാരിച്ചതേയില്ല. മിടുക്കിയാ നീ. വെറുതെ അല്ല ജയകൃഷ്ണൻ നിന്നെ കണ്ടപ്പോ ഇളകിപ്പോയത്. ഓ, ജയകൃഷ്ണന്റെ അമ്മയാണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ചേട്ടനും ചേട്ടത്തിയമ്മയും പറഞ്ഞു വന്നിരുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു മനസ്സിൽ. താടകയുടെ. പിന്നെ ഈ ഡയലോഗും. അതാ വേഗം തിരിച്ചറിഞ്ഞത്. എന്റെ മോനും ഇപ്പൊ എന്നെ അങ്ങനെയാ വിളിക്കുന്നത്. മോള് പറഞ്ഞു കൊടുത്തതല്ലേ പെറ്റതള്ളെ നല്ലപോലെ കൈകാര്യം ചെയ്യണമെന്ന്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ, ഒന്നും വേണ്ടായേ. ജയകൃഷ്ണന്റെ കല്യാണമാ. വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിക്കാതെ പറ്റുമോ? വീട്ടിൽ പോയി കത്ത് കൊടുത്തു. അപ്പോഴാ അറിഞ്ഞത് നീ വിഷം കഴിച്ച് ചാവം കിടക്കുന്ന ഒരു പെണ്ണിനെ കാണാൻ പോയിരിക്കാന്ന്. ഇത്രയും വരെ വന്നിട്ട് നിന്നെ കാണാതെ പോകാൻ പറ്റുമോ? ജയകൃഷ്ണൻ ചോദിക്കില്ലേ നിനക്കെന്താ കത്ത് കൊടുക്കാത്തെന്ന്? നല്ലതുപോലെ വായിച്ച് പഠിക്കും. വധുവിന്റെ സ്ഥാനത്ത് മായെന്നല്ല യമുനയെന്ന എഴുതിയിരിക്കുന്നത്. നീ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ മോളെ.
കേക്കണ്ടേ? സത്യം പറയാമല്ലോ, എനിക്ക് നിന്നെ വല്ലാതെ ബോധിച്ചു. വേറൊരു മോൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ രണ്ടു കൈ നീട്ടി നിന്നെ ഞാൻ സ്വീകരിച്ചേനെ. ആനയും അമ്പാരിയും നാസരമേളും വെടിക്കെട്ടും എല്ലാമായിട്ട്. എന്ത് ചെയ്യാം, എന്റെ ഭാഗ്യദോഷം. വയസ്സിന് മൂത്തൊരു സ്ത്രീയാണെന്ന് കരുതിയ ഇത്രയും നേരം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. പിച്ച തണ്ടി എന്റെ കല്യാണം നടത്തണമെന്ന് നിങ്ങൾ എന്റെ ഏട്ടനോട് പറഞ്ഞില്ലേ? അന്ന് പ്രാർത്ഥിച്ചതാ നിങ്ങൾ ഒരിക്കലും നേരിൽ കാണരുതെന്ന്. പിന്നെ എന്തിനാടി നീ എന്റെ മോന്റെ പിന്നാലെ നടക്കുന്നത്? അവനെ വിട്ട് വേറെ ആരെങ്കിലും പിടിച്ചൂടായിരുന്നോ നിനക്ക്? അത് ഞാൻ നിങ്ങളോട് പറയേണ്ടതാ. മോനോട് പറഞ്ഞേക്ക്, ഇനി എന്റെ പിന്നാലെ വന്നാ യമുനൊരു വികലാംഗനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന്. ഇനി അവൻ വന്നാൽ നീ തന്നെ നേരിട്ടങ്ങ് പറഞ്ഞേക്ക്. എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ ഒരു വികലാംഗനാക്കി അങ്ങ് വിട്ടേര്. അത് നിന്റെ ഞൊണ്ടിക്കാലം ചേട്ടനോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓ, ഇനി ഇവളുടെ ശല്യം ഉണ്ടാവില്ല. വണ്ടി ഒന്ന് വേഗം എടുക്കും മനുഷ്യ. ഓ, എത്ര നേരം. മായ, അവളൊരു മായപ്പെണ്ണ് തന്നെയാണേ. അല്ല, ഞാൻ അറിയാൻ വയ്യെന്നിട്ട് ചോദിക്കുക, അവള് നിനക്ക് വല്ല കൈവശവും തന്നിട്ടുണ്ടോടാ? അവളുടെ പുറകെ ഇങ്ങനെ എപ്പോഴും ചുറ്റിപ്പറ്റി നടക്കുന്നോണ്ട് ചോദിച്ചതാ. അയാള് വന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. ഇനി പഴയതുപോലെ ആവില്ല. എന്റെ മോൻ ഇനി അവളെ കാണാതിരിക്കുന്നതാ ഭംഗി. അതെ, ഞാനവളെ കണ്ടിരുന്നു. നിന്റെ കല്യാണത്തിൽ ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണക്കത്തവള് കീറി വലിച്ചെറിഞ്ഞു, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ. ഇനി നീ അവളെ കണ്ട എന്താ സംഭവിക്കുമെന്നറിയാവോ? എന്തും സംഭവിക്കും. ഒരു മകന്റെ കല്യാണം നടത്താൻ ഏതെങ്കിലും ഒരു അമ്മ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവോ? ഇനിയിപ്പോ ഒന്നേ കാണാൻ ബാക്കിയുള്ളൂ. യമുനയുടെ കഴുത്തിൽ എന്റെ മോൻ ചാർത്തുന്ന താലി. അമ്മ കാത്തിരിക്കുന്ന ജയമാണത്. അത് ജയമല്ല, തോൽവിയാണെന്ന് അന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. വരച്ച വരെ നിർത്തി ഈ അമ്മ നിന്നെ കൊണ്ട് യമുനയുടെ കഴുത്തിൽ താലി കെട്ടിക്കുമ്പോ അതെങ്ങനെയാ മോനെ തോൽവിയാകുന്നത്? ഒരു കാര്യം കൂടി അറിയണം നീ. ഇനി അങ്ങോട്ട് ഞാൻ തനിച്ചല്ല, ശോഭ കൂടിയുണ്ട് കൂട്ടിന്. ഇന്നലെ വിളിച്ചിരുന്നു, അവൾ ഉടനെ വരുന്നുണ്ട്. ശാരദേ, ബ്രോക്കർ വേലായുധം വന്ന് ഒരു ചെറുക്കന്റെ കാര്യം പറഞ്ഞു. എന്താ? ഗൾഫിലാ. 1 മാസത്തെ ലീവേ ഉള്ളൂ. അതിനുള്ളിൽ കല്യാണം നടത്തണം അവർക്ക്. നമുക്കിത് ആലോചിച്ചാലോ? എത്ര പേരുടെ മുന്നിൽ കെട്ടിയൊരുങ്ങിയിരിക്കണം എൻ്റെ കുട്ടി. എന്തൊരു വിധിയാണ് ഈശ്വര. ഇത് വിധിയല്ല, എല്ലാം മുടക്കണത് അവനല്ലേ, ജയകൃഷ്ണൻ. ചേട്ടാ, രഹസ്യമായിട്ട് നടത്താൻ പറ്റുമോ നിശ്ചയം കല്യാണമൊക്കെ? കേട്ടെറിഞ്ഞ അവൻ വരും. ഇതും കൂടി മുടങ്ങിയ അവള് വല്ല അവിവേകവും കാട്ടിയെന്ന് വരും. ജയകൃഷ്ണൻ വരൂന്ന് പേടിച്ച് മായയുടെ കല്യാണം നടത്താണ്ടിരിക്കാൻ പറ്റുമോ? അവളെ മറക്കണമെന്നും ഇവിടെ വരരുതെന്നും ഒരുപാട് തവണ പറഞ്ഞല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും വിജയേട്ടാ? ആ തള്ളയോടൊന്ന് പറഞ്ഞാലോ മോനെ നിലക്ക് നിർത്താൻ? ഞാനും ആലോചിച്ചതാ അത്. പക്ഷേ നമ്മളെ ആട്ടിയിറക്കി ആ വീട്ടിലേക്ക് പിന്നെയും പോണോന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് വയ്യ ശാരദേ. കല്യാണം നിശ്ചയിച്ചിട്ട് പിന്നെ എന്തിനാ അവൻ മായയുടെ പിറകെ നടക്കുന്നത്? അവന്റെ മനസ്സ് മുഴുവൻ വിഷമല്ലേ ശാരദേ? യശോദയെ പോലെ തന്നെ അവനും. ആ തള്ള പറയണു, ജയകൃഷ്ണൻ ചെയ്യണു. സംസ്കാരമില്ലാത്ത ഒരു കുടുംബം. അതിനു മുമ്പ് മായയോടൊന്ന് ചോദിക്കണ്ടേ കല്യാണം ആലോചിക്കട്ടെ എന്ന്? ജയകൃഷ്ണന്റെ ശല്യം കാരണം വേണ്ടാന്ന് അവള് പറഞ്ഞാലോ? ചോദിക്കേ. ഇനിയുള്ള ഭരതന്റെ ജീവിതം ഒരു പ്രാർത്ഥന പോലെയാ. തിരകളില്ലാത്ത കടല് പോലെ ശാന്തമാണ് ഇപ്പൊ എന്റെ മനസ്സ്. അവിടെ ഇപ്പൊ ചോരയില്ല, നിറച്ചും സ്നേഹമാണ്. ഈ ലോകത്തോട് മുഴുവൻ. വേണ്ട മേഡം, ഞാനിപ്പോ നിങ്ങൾ തേടുന്ന ക്രിമിനൽ അല്ല. ഒരു ദിവസമെങ്കിലും മനുഷ്യനെ പോലെ ജീവിച്ചിട്ട് മരിക്കാൻ കൊതിയുള്ള പുതിയ ഭരതനാണ് ഞാൻ. വന്നത് നന്ദിനിയെ കൊല്ലാനല്ല, ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കാനാ.
നിങ്ങളെല്ലാരും കൂടി തകർത്തത് എന്റെ ജീവിതമാണ്, കൂടെ യമുനയുടെ ജീവിതവും. ഭാര്യയായിട്ട് എനിക്കവളെ കാണാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല അമ്മായി. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത വലിയൊരു തെറ്റ് ചെയ്യിക്കുക നിങ്ങളൊക്കെ ചേർന്ന്. അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ പോണത് ഞാനും യമുനയും മാത്രമല്ല, എന്റെ അമ്മയുൾപ്പെടെ ഉള്ളവരാ. ആ തീരുമാനം കല്യാണൊക്കെ അച്ചടിക്കുന്നതിന് മുൻപ് അമ്മായിയോട് പറയണമായിരുന്നു. ഇനി ജയേട്ടന് സ്വന്തമായിട്ട് ഒന്നും തീരുമാനിക്കാൻ കഴിയില്ല. നാളെ അമ്മായിയോടൊപ്പം കല്യാണ സാരി ആഭരണങ്ങൾ എടുക്കാൻ പോണുണ്ട് ഞാൻ. കൂടെ വരില്ലെന്നറിയാം, എന്നാലും വിളിക്കുക. കൂടെ വരാമോ? നിന്നെ ജയേട്ടന് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ ഇഷ്ടം നിനക്ക് അങ്ങോട്ടും ഉണ്ടോന്ന് എനിക്കറിയണം. മനസാക്ഷി ഇല്ലാത്ത മൃഗമാണ് അയാള്. എനിക്കെന്നല്ല ഒരു പെണ്ണിനും ഇഷ്ടാവില്ല. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ എന്റെ ജയേട്ടനെ പറ്റി ഇങ്ങനെ പറഞ്ഞതിന് നിന്നോട് വഴക്കുണ്ടാക്കിയേനെ ഞാൻ. സാരല്ല, ഇപ്പൊ ജയേട്ടനെ പറ്റി നീ ഇങ്ങനെ പറയുന്നത് തന്നെ എനിക്കിഷ്ടം. വയസ്സിന് മൂത്തൊരു സ്ത്രീയാണെന്ന് കരുതിയാ ഇത്രയും നേരം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. പിച്ചതണ്ടി എന്റെ കല്യാണം നടത്തണമെന്ന് നിങ്ങൾ എന്റെ ഏട്ടനോട് പറഞ്ഞില്ലേ? അന്ന് പ്രാർത്ഥിച്ചതാ നിങ്ങൾ ഒരിക്കലും നേരിൽ കാണരുതെന്ന്. പിന്നെ എന്തിനാടി നീ എന്റെ മോന്റെ പിന്നാലെ നടക്കുന്നത്? അവനെ വിട്ട് വേറെ ആരെങ്കിലും പിടിച്ചൂടായിരുന്നോ നിനക്ക്? അത് ഞാൻ നിങ്ങളോട് പറയേണ്ടതാ. മോനോട് പറഞ്ഞേക്ക്, ഇനി എന്റെ പിന്നാലെ വന്നാ യമുന ഒരു വികലാംഗനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന്. കല്യാണം നിശ്ചയിച്ചിട്ട് പിന്നെ എന്തിനാ അവൻ മായയുടെ പിറകെ നടക്കുന്നത്? അവന്റെ മനസ്സ് മുഴുവൻ വിഷമല്ലേ ശാരദേ? യശോദയെ പോലെ തന്നെ അവനും. ആ തള്ള പറയണു, ജയകൃഷ്ണൻ ചെയ്യണു. സംസ്കാരമില്ലാത്ത ഒരു കുടുംബം. അതിനു മുമ്പ് മായയോടൊന്ന് ചോദിക്കണ്ടേ കല്യാണം ആലോചിക്കട്ടെ എന്ന്? ജയകൃഷ്ണന്റെ ശല്യം കാരണം വേണ്ടാന്ന് അവള് പറഞ്ഞാലോ? ചോദിക്കേ. മായേ, മായേ. എന്താ ഏട്ടത്തി? അതെ, വിജയേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു. നിനക്ക് സമ്മതാണോന്ന് അറിയണം. കല്യാണക്കാരിയായിരിക്കുമല്ലേ? അതെ. പ്രോഗ്രാമിൽ ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ ഏട്ടത്തി? നീ ഉദ്ദേശിക്കുന്നത് ജയകൃഷ്ണന്റെ കാര്യല്ലേ? അത് ഏട്ടൻ നോക്കിക്കോളും. എന്നെ കാണാൻ ഹോസ്പിറ്റലിന് മുന്നിൽ കാത്തു നിന്നിരുന്നു കക്ഷി. എന്നിട്ടെന്തേ നീ പറയാതിരുന്നേ? പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏട്ടനോട് പറയാറുള്ളതുപോലെ ചില സ്ഥിരം നമ്പറുകൾ. മനസ്സ് മാറ്റാൻ പറ്റുമോ നോക്കിയതാ. ഇപ്പോഴും പറഞ്ഞു നമ്മളെ കൊല്ലാൻ നോക്കിയത് അയാളല്ലാന്ന്. വേറൊരു പെണ്ണുമായിട്ട് കല്യാണം നടക്കാൻ പോവാ. എന്നിട്ടും ഇവൻ. അല്ല, നീ എന്തു പറഞ്ഞു വിട്ടു? ഒന്ന് കൊടുത്താലോ എന്ന് കരുതിയതാ. പിന്നെ ഞാൻ ആലോചിച്ചു, നാണം ഇല്ലാത്ത മനുഷ്യനാ. എല്ലാവരും ചേർന്ന് പെരുമാറി വിട്ടിട്ടും പിന്നെയും വരുവാ എന്നെ തേടി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല നീ. ഏട്ടന് ഇഷ്ടമായെങ്കിൽ അയാളോട് വരാൻ പറയട്ടെ. ആ, പക്ഷേ ജയകൃഷ്ണന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കണം. അത് വേണ്ട മോളെ. എല്ലാ ഏട്ടന്റെ ഏട്ടത്തിയുടെ ഇഷ്ടം. ചെറുക്കൻ ഗൾഫിലാണെന്നാ വിജയേട്ടൻ പറഞ്ഞത്. കുഴപ്പമില്ലല്ലോ. എന്തു കുഴപ്പം? കല്യാണം കഴിഞ്ഞാ ജയകൃഷ്ണൻ എന്നെ തേടി അവിടെ വരില്ലല്ലോ. അങ്ങനെ സമാധാനിക്കല്ലേ വേണ്ടത്? നീയാണോ എഴുതോ? ആണെങ്കിൽ നമുക്ക് ഒരിടം വരെ പോണല്ലോ. എങ്ങോട്ടാണാവോ? നിന്റെ അമ്മായിമ്മയുടെ വീട്ടിൽ. തെമ്മാടിത്തനം പറയുന്നോടാ. പറയല്ല, ചെയ്യാൻ പോവാ. അതിനുമുമ്പ് എനിക്കൊരു കാര്യം അറിയണം. മായയുടെ കല്യാണത്തിൽ നിന്ന് പായസത്തിൽ വിഷം കലർത്തി ആരടാ? ഞാൻ പറഞ്ഞല്ലോ ജയകൃഷ്ണൻ സാറ്. അങ്ങനെ ചെയ്തതിന് ജയകൃഷ്ണൻ സാർ എനിക്ക് 25,000 രൂപ തന്നു. എന്ത്? ജയകൃഷ്ണൻ സാറ് നിനക്ക് 25,000 രൂപ? പറടാ, ആരാ നിന്നോട് പറഞ്ഞ അങ്ങനെ പറയാൻ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഷാഡോ പോലീസ് ഒന്നും കേട്ടില്ലടാ. നിന്നെ കൊണ്ട് സത്യം ഞാനൊന്ന് പറയും. പറയൂല്ലേ? ആരാടാ പായസത്തിൽ വിഷം കലർത്തിയത്? ആരാണെന്ന്? ഞാൻ. നീയാണോ? ആര് പറഞ്ഞിട്ടാണ് നീ വിഷം കലർത്തിയത്? അത് പിന്നെ പറടാ. ക്രിസ്റ്റഫർ മുതലാളി. ക്രിസ്റ്റഫർ? എന്നിട്ട് അതിന്റെ പഴി ജയകൃഷ്ണൻ അല്ലടാ? അയ്യോ സാർ, പേടിച്ചിട്ടാ സാർ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാം സാർ. ആരോട് വേണമെങ്കിലും സത്യം പറയാം. എന്നാ കേറ്. ഇങ്ങോട്ടാ സാർ? കോടതിയിലേക്ക് കേറടാ.
ആ വണ്ടി പോട്ടെ. നിങ്ങളെന്തിനാ കൂട്ടിലിട്ട വെരുകിനെ പോലെ നടക്കുന്നത്? ജയകൃഷ്ണന്റെ കല്യാണമാ, അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഓർത്തിട്ടാ യശോദ എനിക്ക് പേടി. നമ്മുടെ മോൻ തറവാട്ടുകാവിൽ വന്നില്ലെങ്കിൽ നിനക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? വല്ലാണ്ട് പേടിയുണ്ടെങ്കിൽ നമുക്ക് ആ കണിയാരെ കാണാം. ഒരു നൂല് ജപിച്ച് കെട്ടിത്തരും. എത്രയായി? 30 രൂപ. അമ്മേ, 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 അമ്മേ. നീ വന്നോ? ഇപ്പോഴാ സമാധാനമായത്. ഓ, ഏട്ടനൊരു പെണ്ണിനെ സ്നേഹിച്ചു എന്ന് കരുതി അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? നിനക്കറിയില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. യമുനയുടെ പേര് കേട്ട അപ്പ കലി കയറും ജയകൃഷ്ണന്. മായ കണ്ണും കലാശവും കാണിച്ച് മയക്കി എടുത്തിരിക്കുക ജയകൃഷ്ണനെ. അതൊന്നും സാരമില്ലമ്മേ, കല്യാണം കഴിയുന്നതുവരെ ഞാനുണ്ടല്ലോ ഇവിടെ. യമുനയായിട്ടുള്ള കല്യാണം നടക്കുമെന്ന് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. കല്യാണത്തിന് എല്ലാവരും ക്ഷണിച്ചും കഴിഞ്ഞു. ഇനി അവരോട് പോയി പറയാൻ പറ്റുമോ കല്യാണം മാറ്റി വെച്ചിരിക്കുകയാണെന്ന്? അമ്മ സമാധാനായിട്ടിരിക്കെ, ഞാനില്ല ഇവിടെ. എന്തായാലും നീ കൂടെ ഉണ്ടല്ലോ, നന്നായി. ആട്ടെ, എവിടെയുണ്ട് നമ്മുടെ കക്ഷി? മോളത്തെ മുറിയിലുണ്ട്. എന്നാ ഞാൻ ഇപ്പൊ വരാം. ഏട്ടാ, നീ എപ്പോ വന്നു? ദാ ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, ഏട്ടന്റെ മുഖത്തെന്താ ഒരു പ്രസാദം ഇല്ലാത്തത്? കാര്യങ്ങളൊക്കെ അമ്മ നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അതാ മോപ്രസാദം ഇല്ലാതെ. എന്റെ ഏട്ടാ, 6 മാസായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. എത്ര ദൂരെന്നാ ഞാൻ ഓടി വന്നത്, അതും എന്റെ ഒരേ ഒരു ഏട്ടന്റെ കല്യാണത്തിന്. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിച്ചൂടെ? ചിരിച്ചു, ഇതുപോരെ? ഒരു കാര്യം ചോദിച്ചോട്ടെ, യമുനേട്ടത്തേക്കാൾ സുന്ദരിയാണോ ഏട്ടന്റെ മനസ്സിലുള്ള മായ? ശോഭേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഇവിടെ നടക്കാൻ പോണത് കല്യാണമല്ല, ഭാഗം വായ്പ. യമുനയുടെ സ്വത്തുക്കൾ മുഴുവൻ ഇനി യശോദാമ്മയ്ക്ക് സ്വന്തം. എല്ലാം തീരുമാനിച്ചില്ലേട്ടാ, ഇനി എന്തിനാ തടസ്സം പറയുന്നേ? ഹാ, ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ ഞാനും ഏട്ടനും യമുനേട്ടത്തേക്ക്. യമുനേട്ടത്തെ വീട്ടിലേക്ക് വരുന്നത് ഭാഗ്യല്ലേട്ടാ. ദേ, ഏട്ടന്റെ ശോഭകുട്ടിയല്ലേ പറയുന്നത്. ഈ കല്യാണം നടക്കട്ടെ. പേടിക്കണ്ട, ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിലും എനിക്ക് നിങ്ങളറിയാം. ജയകൃഷ്ണൻ പറഞ്ഞിട്ട്. ഓഹോ, അയാളുടെ വക്കാലത്തുമായി വന്നതാണോ? അയാൾക്ക് പറയാനുള്ളതാണ് നിങ്ങൾക്കും പറയാനുള്ളതെങ്കിൽ സോറി ബ്രദർ, എനിക്കൊട്ടും സമയമില്ല. നിക്കേ, യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്ത, സ്നേഹത്തിന്റെ വില പോലും അറിയാത്ത നിങ്ങൾ എന്തിനാണ് അവനെ ഒരുപാട് സ്നേഹിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കഥാപ്രസംഗം വേണ്ട. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് എനിക്കല്ല, ഇവനാ. പറടാ. പറയാൻ. ക്ഷമിക്കണം മായക്കുഞ്ഞെ, പായസത്ത് വിഷം ചേർത്തത് ജയേഷ് സാറല്ല, ഞാനാ. ആ ക്രിസ്റ്റഫർ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. അപ്പൊ ജയേഷ് സാർ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്റ്റഫർ പറഞ്ഞതുപോലെ അവിടെ ഒരു കൂട്ടമരണം നടക്കുമായിരുന്നു. എന്റെ ഈശ്വര, തെറ്റിയായിട്ട് ഈശ്വരനെ വിളിച്ചാൽ ജയകൃഷ്ണൻ നിങ്ങളുടെ വീട്ടിലിട്ട് തല്ലിച്ചേച്ചന് പരിഹാരമാവില്ല. നിങ്ങളവനെ സ്നേഹിക്കണമെന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളെപ്പോലെ മനസാക്ഷിയില്ലാത്തൊരു പെണ്ണിനെ സ്നേഹിച്ചതിന് ഇത്രയ്ക്കും ക്രൂരായിട്ട് പീഡിപ്പിക്കണമായിരുന്നു അവനെ. എനിക്കറിയാം, ഇപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഒരു നാടകമാണെന്ന്. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. തെറ്റുപറ്റിപ്പോയതാണ്. അവിടെ ആ സാഹചര്യത്തിൽ ജയകൃഷ്ണനെ കണ്ടപ്പോ ഏട്ടന് സംശയം തോന്നിപ്പോയി. ഒരാളെ വെറുതെ സംശയിച്ച് തല്ലിച്ചതച്ചത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. ക്ഷമ ചോദിച്ചാലും ജയകൃഷ്ണൻ അന്ന് അനുഭവിച്ച മാനസിക പീഡനത്തിന് പകരമാവില്ല. എങ്കിലും
സോറി. സോറി അവരൊറ്റ വാക്കുകൊണ്ട് തിരുത്താൻ കഴിയുന്നാണോ നിങ്ങളുടെ ഏട്ടൻ ചെയ്ത തെറ്റ്? അവനാകെ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, നിങ്ങളെ തീവ്രമായിട്ട് സ്നേഹിച്ചു. പക്ഷെ പകരം കിട്ടിയത് സ്നേഹമായിരുന്നില്ല, പട്ടിയെ തല്ലിച്ചയക്കുന്ന തല്ലിച്ചതച്ചു, അതും സംഘം ചേർന്ന്. നിങ്ങളെങ്കിലും ഓടി ഒന്ന് തടയുമെന്നോ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത മുഴുവനും നശിപ്പിച്ചു. അമ്മയും മകനും തമ്മിൽ എപ്പോൾ കണ്ടാലും പോരടിക്കുന്നത് നിങ്ങളുടെ പേര് പറഞ്ഞ. യമുനയുമായിട്ടുള്ള അവൻ വിവാഹം കഴിയുമെന്ന് പോലും ഇപ്പൊ എനിക്കറിയില്ല. പക്ഷേ പൊള്ളിക്കുന്നൊരു സത്യം പറയാം, ആ വിവാഹം നടന്നാലും അവന്റെ സ്വപ്നങ്ങളിൽ നിങ്ങളുണ്ടാവും. ഞാൻ പോട്ടെ സാറേ. എന്താ മായ? ഒന്നുമില്ല ചേച്ചി. എന്താ നിന്റെ മുഖത്തൊരു വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ എന്താന്നറിയില്ല, ഇത്രയും നാളും ഇല്ലാതിരുന്ന വല്ലാത്തൊരു വീർപ്പുമുട്ടല മനസ്സ് നിറയെ. ഇത്രയും തല്ലുകിട്ടിയിട്ടും എന്തിനാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നത്? വരരുതെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് അയാൾ കൂടെ കൂടെ കാണാൻ വരുന്നത്? ശരി ഏതാ തെറ്റേതാന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ചേച്ചി. നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും നീ പറയാറില്ലല്ലോ. വേണ്ട മായേ, നിന്റെ മനസ്സിൽ ജയകൃഷ്ണനോട് ഒട്ടും സഹതാപം വേണ്ട. അയാളുടെ ഇഷ്ടം വളരാൻ അനുവദിച്ചുകൂടാ. അയാളുടെ കല്യാണം നടക്കാൻ പോവാ. ജയകൃഷ്ണൻ നിന്നെ മറന്നേ തീരൂ. അത് യമുനയുടെ പ്രാർത്ഥനയാ. അവളുടെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഈശ്വരനും നമ്മളോട് ക്ഷമിക്കില്ല.